ഹലോ, അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പാർട്ട് 3 സ്വാഗതം. ഇത്രയേ ഉള്ളൂ ഇൻട്രോ, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യനിലോട്ട് പോവാം. മുമ്പ് ചെറിയൊരു കാര്യം, ആരെങ്കിലും ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇത് SSC CGL 2026 CGL CHSL എഴുതുന്നവർക്ക് വേണ്ടി ടൈം ചെയ്തിട്ടുള്ളവരാണ്. CHSL എഴുതുന്നവരുണ്ടെങ്കിൽ കാണാം, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിക്കണം എന്നുള്ളവർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഫ്രം ദ ബിഗിനിങ് തൊട്ട് കാണാനാണെങ്കിൽ പോസ്റ്റ് സെക്ഷൻ നമ്മുടെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയിട്ട് മിക്സർ ആൻഡ് അലിഗേഷൻ ഉണ്ട്, അത് മുഴുവൻ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മോക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. നമ്മൾ ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. മിക്സർ ആൻഡ് അലിഗേഷൻ ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിപ്പിക്കുന്നു. ഇനി അടുത്തടുത്ത് അങ്ങനെയാണ് പോകുന്നത്. മാത്രമല്ല ഇത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ 3rd ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഇൻട്രൊഡക്ഷനും 2nd ക്ലാസ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടവരൊക്കെ ഫോളോ ചെയ്തോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ. റാം ഹാസ് 12 hens and 5 cows. 12 കോഴിയും 5 പശുവും ഉണ്ട്. മൊത്തം 17 മൃഗങ്ങളുണ്ട് റാമിന്. ശ്യാം ഹാസ് 18 hens and 9 cows. റാമിൻ്റെ മൊത്തം മൃഗങ്ങൾ എവിടെയാണോ തീരുന്നത് അവിടെ തൊട്ടാണ് ശ്യാമിൻ്റെ കോഴികൾ തുടങ്ങുന്നത് തന്നെ. ശ്യാം ഹാസ് 18 hens and 9 cows. ശ്യാം ഭയങ്കര പണക്കാരനാണ്. പ്രീതം ഹാസ് 4 hens and 8 cows. വിനയ് ഹാസ് 10 hens. അങ്ങനെ എല്ലാവരുടെയും ഈ റാമിനും ശ്യാമിനും പ്രീതത്തിനും ഒക്കെ ഉള്ള ഇതിൻ്റെയൊക്കെ എന്താണ് ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വിനയ് ഹാസ് 10 hens. ഹൂ ഹാവ് എ ഗ്രേറ്റർ റേഷ്യോ ഓഫ് ഹെൻസ് ടു കൗസ്? ഹെൻസ് ടു കൗസ് ക്വസ്റ്റ്യനിൽ എല്ലാവരുടെയും ഹെൻസ് കൗസ് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഈ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇവരെപ്പോഴും നമ്മളെ കൊടുക്കാനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻസ് ടു കൗസ് എത്രയാ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. റാമിൻ്റെ ഹെൻ കൗ, ശ്യാമിൻ്റെ ഹെൻ കൗ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പ്രീതത്തിൻ്റെ കൗ ഹെൻ എന്ന് എഴുതും. അപ്പോൾ ക്വസ്റ്റ്യനിലെ ലാംഗ്വേജ് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ മാത്സിൽ നിങ്ങളുടെ ഉള്ള അറിവ് മാത്രമേ നോക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ശ്രദ്ധ തെറ്റാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഈ കാണുന്ന ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലുണ്ട്, അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളത് നമ്മുടെ എക്സാമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടൊന്നുമല്ല, ഒരു സ്കില്ലാണ്. ഓക്കെ, അപ്പോൾ വിനയ് ഹാസ് 10 hens and 7 cows. ഹൂ ഹാസ് എ ഗ്രേറ്റർ റേഷ്യോ ഓഫ് ഹെൻസ് ടു കൗസ്? അപ്പോൾ ഹെൻസ് ടു കൗസ് തന്നെ എല്ലാത്തിലും. അപ്പോൾ ഇവിടെ 12 കോഴിക്ക് 5 കൗ, 18 കോഴിക്ക് 9 കൗ, അങ്ങനെ ഓരോ റേഷ്യോസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ റേഷ്യോ ഏതാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ A is to B, B is to C, C is to D, ഇങ്ങനെ കുറേ റേഷ്യോ ഉണ്ടെന്ന് വിചാരിക്കും. സോറി, E is to D, B is to C, A is to വേറെ എടുക്കാം, A is to F എന്നൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ഇതിൽ ഏതാ വലുത് കണ്ടുപിടിക്കണം ചോദിച്ചാൽ നമ്മൾ A is to F എന്ന് പറഞ്ഞാൽ A/F എന്ന് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. B is to C എന്ന് പറഞ്ഞാൽ B/C എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. E is to D എന്ന് പറഞ്ഞാൽ E/D എന്ന് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് ഏറ്റവും വലുത് നോക്കിയാൽ മതി. ഇതിനകത്ത് ഇപ്പോൾ എന്താ പറഞ്ഞത്? റാമിന് 12 ഹെന്നും 5 കൗ, അതായത് 12/5 എന്ന് എഴുതാം. 12:5 എന്നുള്ള 12/5 എന്ന് എഴുതാം. അതുപോലെ തന്നെ ശ്യാമിൻ്റെ എന്തെഴുതാം? 18/9 എന്ന് എഴുതാം. പ്രീതത്തിൻ്റെ എന്തെഴുതാം? 4/8 എന്ന് എഴുതാം. പിന്നെ വിനയുടെ എന്തെന്ന് എഴുതാം? 10/7 എന്ന് എഴുതാം. അല്ലേ, ഇതിൽ ഏറ്റവും വലുത് ഏതാ? 10/7 വരുമ്പോൾ എന്ത് വരും? 1 2. അപ്പോൾ 1 പോയിന്റ് എന്തോ വരും ഇത്, അല്ലേ? 1 പോയിന്റ് സംതിങ് വരും. ഇതോ 4/8 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 പകുതിയാന്ന് വെച്ചാൽ 0.5 വരും. ഇതോ 18/9 2 ആണ്. ഇതോ 12/5 2 10 2 2.4 വരും. 2.4 വരും. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് 2.4 തന്നെയാണ്. 12/5 അതാരുടെയാ? റാമിൻ്റെയാ. അപ്പോൾ റാമിൻ്റെ റേഷ്യോ ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് റേഷ്യോ. മനസ്സിലായല്ലോ? വലിയ പരിപാടികളൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോ. എ കമ്പനി ഈസ് മാനുഫാക്ചറിങ് ബോക്സസ് ഓഫ് 3 types: പ്ലാസ്റ്റിക്, വുഡ് ആൻഡ് ഗ്ലാസ്. ഓക്കെ, ഒരു കമ്പനി പ്ലാസ്റ്റിക്കും മരത്തിൻ്റെയും ഗ്ലാസിൻ്റെയും മെറ്റീരിയലുള്ള 3 ടൈപ്പ് ബോക്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. ദ റേഷ്യോ ഓഫ് ദ നമ്പേഴ്സ് ഓഫ് പ്ലാസ്റ്റിക്, വുഡ് ആൻഡ് ഗ്ലാസ് ബോക്സസ് ഈസ് 2:3:5. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോക്സ് 2 എണ്ണം ഉണ്ടാക്കിയാൽ വുഡിൻ്റെ ബോക്സ് 3 എണ്ണം ഉണ്ടാക്കും, ഗ്ലാസിൻ്റെ ബോക്സ് 5 എണ്ണം ഉണ്ടാക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഓഫ് വുഡ് ആൻഡ് ഗ്ലാസ് ബോക്സ് ഈസ് 144. റിയാലിറ്റി ഒരെണ്ണം തന്നു നമുക്ക്. ഇതെന്താ ഈ റിയാലിറ്റി എന്ന് പറയുന്നത് മനസ്സിലാവാത്തവർ മുമ്പുള്ള ക്ലാസ് പോയി കണ്ടിട്ട് വന്നാൽ മതി. If the number of plastic boxes is increased by 25%, then what will be the number of plastic boxes now? മുമ്പുള്ള ക്ലാസ് മാത്രമല്ല, കുറേ ഇത് കാണാത്തവർ മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ളൊരു ഷോർട്ട് ഉണ്ട്, ഇവിടെ കാണുന്ന സാധനം, ഈ ഷോർട്ടും കൂടെ കണ്ടിട്ട് വരേണ്ടി വരും ഇതിനകത്ത് ചെയ്യുന്നൊരു ട്രിക്ക് മനസ്സിലാവണമെങ്കിലും. ഓക്കെ,
അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. എന്താ പറഞ്ഞേ? എ കമ്പനി ഈസ് മാനുഫാക്ചറിങ് ബോക്സസ് ഓഫ് 3 types. എന്താ? പ്ലാസ്റ്റിക്, വുഡ്, ഗ്ലാസ്. എന്താ? ഏത് റേഷ്യോയിൽ? 2:3:5. അതുപോലെ തന്നെ പറഞ്ഞെങ്കിൽ എന്താ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഓഫ് വുഡ് ആൻഡ് ഗ്ലാസ് ബോക്സ് ഈസ് 144. ഗ്ലാസ് കൊണ്ടുള്ള പെട്ടികളുടെയും വുഡ് കൊണ്ടുള്ള പെട്ടികളുടെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 144 ആണ്. എന്തിൽ? റിയാലിറ്റിയിൽ. റേഷ്യോയിൽ എന്താ? 5 - 3 2 അല്ലേ? അപ്പോൾ റിയാലിറ്റിയിലോട്ട് കൊണ്ടുപോകാനുള്ള വാളില്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേ, അത് നമുക്ക് എങ്ങനെ കിട്ടും? ഈ റിയാലിറ്റിയെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബൈ 2 എടുത്താൽ എന്താ? 72. അപ്പോൾ 72 കിട്ടി. അപ്പോൾ 72 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് നമ്മൾ കിട്ടും? 72 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാ റിയാലിറ്റിയും കിട്ടും, ഇതിൻ്റെ എണ്ണവും കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ 2 അല്ലേ? 72 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 144 വരും. മനസ്സിലായോ? അങ്ങനെയാണ് റിലേഷൻ വരുന്നത്. 144 ആണ് റിയാലിറ്റിയിലെ ഡിഫറൻസ്. ഈ 72 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ 144 ഇല്ല. അപ്പോൾ ഇതിനെ നമുക്ക് അറിയാത്തവർക്ക് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ എല്ലാത്തിനും ചെയ്താൽ എന്താ? 72 2 എന്തായി? പിന്നെ 144 വന്നു. പിന്നെ എന്താ? വുഡിൻ്റെ റിയൽ എന്താ? 72 × 3 എന്താ? 6 216 വന്നു അല്ലേ? ഇതെന്താ? ഗ്ലാസിൻ്റെ 10 360. അപ്പോൾ 144 പ്ലാസ്റ്റിക് ബോക്സും 216 വുഡൻ ബോക്സും 360 ഗ്ലാസ് ബോക്സാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിക്കുന്നത്? ഇഫ് ദ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ബോക്സസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%, ദെൻ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ബോക്സസ് നൗ? ഇപ്പോൾ ഉള്ളതിൽ നിന്നും പ്ലാസ്റ്റിക് ബോക്സിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ 25% ഇൻക്രീസ് ചെയ്യുന്നു. 25% ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞത്? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ? 5/4 ആവും. എന്നാൽ 4 + 1/4 ആവും. 5/4 ആവും. ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവാത്തവരാണ് ഞാൻ പറഞ്ഞത്. ഈ ഷോട്ട് ഉണ്ടല്ലോ, ഈ ഷോട്ട് പോയി കാണാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ഷോർട്ടിൽ പോയിട്ട് നന്നായിട്ട് ഷോർട്ട് സെക്ഷൻസ് പോയിട്ട് നന്നായിട്ട് സ്ക്രോള് ഡൗൺ ചെയ്താൽ മതി. അവിടെ ആദ്യം കിടക്കുന്ന ഷോർട്സിൻ്റെ കൂട്ടത്തിൽ ഈ ഷോർട്ട് ഉണ്ടാവും. ആ ട്രിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റിക് ബോക്സുകളുടെ ഇപ്പോൾ ഉള്ള എണ്ണത്തിൽ നിന്ന് 25% ഇൻക്രീസ് ചെയ്യുന്നു. 25% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഫോമിൽ 1/4 ആണ്. ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 5/4 ആവും. 4 + 1/4 5/4. അപ്പോൾ എന്താ? 144ൻ്റെ കൂടെ 25% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 4ഉം 144ഉം കിട്ടുമ്പോൾ എന്താ? 3 12 2 24 6 36. 144 / 4 36. അപ്പോൾ 36 × 5 എന്ത് വരും? 6 × 5 30. 3 5 15 180. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ. അപ്പോൾ ഈ ചോദ്യം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു 3 കോൺസെപ്റ്റ്സ് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു നോട്ട്സോ ലൈക്ക് എന്തെങ്കിലും നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചോ. അത് നമ്മൾ പഠിക്കാൻ പോകുന്ന 3 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേൻ്റെ പേര് മീൻ പ്രൊപ്പോർഷൻ, രണ്ടാമത്തേൻ്റെ പേര് തേർഡ് പ്രൊപ്പോർഷൻ, മൂന്നാമത്തെ പേരിൻ്റെ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്നാണ്. ടെൻഷനൊന്നും വേണ്ട, നോക്കിക്കോ. ഫസ്റ്റ് മീൻ പ്രൊപ്പോർഷൻ നോക്കാം. മീൻ പ്രൊപ്പോർഷൻ നോക്കാം. അതായത് മീൻ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഇത് എ എന്നും ബി എന്നും 2 വാല്യൂസ് ഉണ്ട്. അതിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കൂ AB, എന്നിട്ട് അതിൽ റൂട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ മീൻ പ്രൊപ്പോർഷൻ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ മീൻ പ്രൊപ്പോർഷൻ. ഇപ്പോൾ 18ഉം 2 എന്ന് വെച്ചാൽ 18 × 2 എടുത്തിട്ട് 36 എന്ന് വെച്ചാൽ 6 എടുക്കുക. അപ്പോൾ ഇത് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇപ്പോൾ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കുക. ആ മരത്തിൻ്റെ ഹൈറ്റ് നമുക്ക് ചെറിയ വടികൾ വെച്ചും ഒക്കെ നിഴൽ വെച്ചും ഒക്കെ അളക്കണം. അതിനിത് ഉപയോഗിക്കാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പോകേണ്ടി വരും. അതിൽ എളുപ്പമായിട്ട് വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്. നിങ്ങളുടെ ആദ്യത്തെ വർഷം ഉണ്ടല്ലോ, ആദ്യത്തെ വർഷം നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10,000 ഉണ്ട്. രണ്ടാമത്തെ വർഷം നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 40,000 ഉണ്ട്. ഉടനെ നിങ്ങളുടെ ഈ 2 വർഷത്തെയും കൂടെ ഒരു ശരാശരി ഗ്രോത്ത് നിങ്ങൾക്ക് വേണം. ശരാശരി ഗ്രോത്ത് എന്തിനാണ് നിങ്ങൾക്ക്? മൊത്തമല്ല. ഇപ്പോൾ 2 വർഷം നിങ്ങളുടെ ബിസിനസ് ഓടുന്നുണ്ട്. അപ്പോൾ ഒരു മാസം എത്ര വെച്ച്, ഒരു മാസം കൈൻഡ് ഓഫ് ആവറേജ് എത്ര നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്നാണല്ലോ നിങ്ങൾക്ക് നോക്കേണ്ടത്.
അതെ, അതിനർത്ഥം എന്താ, മൊത്തത്തിലുള്ള പ്രോഫിറ്റിനെടുത്ത് നിങ്ങൾക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതും കൂടെ കൂട്ടും. 40,000 10,000 കൂടെ 50,000 കൂട്ടിയിട്ട് എന്താ 2 വർഷമല്ലേ ഉള്ളൂ, 2 ഡിവൈഡ് ചെയ്തിട്ട് പറയും എൻ്റെ ആവറേജ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 25,000 എന്ന് പറയും, 25K എന്ന് പറയും. അല്ല, അത് തെറ്റാണ്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ട്രൂ ആയിട്ടുള്ള ആവറേജ് കിട്ടത്തുള്ളൂ. എന്തിന്? റൂട്ട് ഓഫ് ഇത് ഇൻറ്റു ഇത് റൂട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? 200 വരത്തുള്ളൂ. കാരണം എന്താ ഞാൻ പറയാം, നിങ്ങൾക്ക് ആദ്യത്തെ വർഷം ഇത്രയായിരിക്കും ലാഭം, രണ്ടാമത്തെ വർഷം അതേ തന്നെ ലാഭം ഇങ്ങനെ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് ലാഭം കൂടിയാലല്ലേ നിങ്ങളത് ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ട് കാര്യമുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് 3 വർഷമുണ്ട്, അപ്പോൾ ആദ്യത്തെ വർഷം പിന്നത്തെ വർഷം ഇത്രയും ലാഭം, പിന്നെ ഇത്രയും പിന്നെ ഇങ്ങനെ മാറി പോയ സാധനം നിങ്ങൾ ടോട്ടൽ എടുത്തിട്ട് ഡിവൈഡ് ചെയ്താൽ എല്ലാ മാസത്തെയും ഒരുപോലെയുള്ള ആവറേജ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ട്രൂ ആയിട്ട് നിങ്ങൾക്ക് എന്താ ഇങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻസിലെ ഗ്രോത്ത് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ നമുക്ക് എല്ലാ വർഷവും ഒരുപോലെയാണോ? ഒരു വർഷം ചിലപ്പോൾ കൂടി, അടുത്ത വർഷം ഇറങ്ങി, അടുത്ത വർഷം പിന്നെയും കൂടി, ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള വാല്യൂസിനെ നമുക്ക് മൊത്തത്തിലെടുത്ത് ജോമെട്രിക് മീൻ കൊണ്ടേ നമുക്ക് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ആവറേജ് കിട്ടുകയുള്ളൂ, സത്യത്തിനോട് അടുത്ത് നിൽക്കുന്നത്. മനസ്സിലായോ? അതിനാണ് മീൻ പ്രൊപ്പോർഷൻ യൂസ് ചെയ്യുന്നത്. ഈ എക്സാമ്പിൾ ഒന്നും നിങ്ങൾ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാനിത് ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് യൂസ് കേസ് എന്താണെന്ന് പറഞ്ഞതാണ്. കാരണം എപ്പോഴും മാത്സ് പഠിപ്പിക്കുന്നവരോടുള്ള ക്ലീഷ ഡയലോഗ് ഇതൊക്കെ കൊണ്ട് ജീവിതത്തിൽ വലിയ ഉപകാരം ഉണ്ടോയെന്ന്, ഇതൊക്കെ ജീവിതത്തിൽ ഉപകാരമുള്ള കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയുന്നില്ലെന്നേ ഉള്ളൂ, ജീവിതത്തിൽ ഉപകാരമുള്ള കുറേ സംഭവമുണ്ട്. ഇതൊക്കെ ഫിലോസഫിയാണ്. മനസ്സിലായോ? അപ്പോൾ എന്താ, മീൻ പ്രൊപ്പോർഷൻ എഴുതി വെച്ചോ. എ എന്നും ബി എന്നും 2 നമ്പറിൻ്റെ മീൻ പ്രൊപ്പോർഷൻ റൂട്ട് AB. അടുത്തതിൽ പോവാം. ഇനി അടുത്ത് വരുന്ന നമുക്ക് തേർഡ് പ്രൊപ്പോർഷനാണ്. പക്ഷേ തേർഡ് പ്രൊപ്പോർഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഫോർത്ത് പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ തേർഡ് പ്രൊപ്പോർഷനും ഫോർത്ത് പ്രൊപ്പോർഷനും ഈ പറഞ്ഞ പോലെ പല യൂസ് ഉണ്ട്. കാരണം അത് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. കാരണം അത് ഒരുപാട് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇച്ചിരി കോംപ്ലക്സാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ 3D മോഡലൊക്കെ ഉണ്ടാക്കില്ലേ, 3D മോഡൽ ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് ഒരു പുതിയ കാർ അവർ ഇറക്കാമെന്ന് വിചാരിക്കുക. ആ കാറിൻ്റെ റിയൽ ലെങ്ത്ത് 8 മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ എനിക്ക് 8 മീറ്ററുള്ള കാർ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അതേ ഡയമെൻഷൻസ് എടുക്കുമ്പോൾ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഇതിൻ്റെ 8 മീറ്റർ ഇൻറ്റു അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ റേഷ്യോയിൽ തന്നെ ഞാൻ എടുക്കണ്ടേ. അപ്പോൾ എടുക്കുമ്പോൾ അതിനകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുമല്ലോ, സ്കെയിലിംഗ് എന്ന് പറയുമല്ലോ, സ്കെയിലിംഗ്. അതിനനുസരിച്ച് വലുതാക്കുക, അതിനനുസരിച്ച് ചെറുതാക്കുക. അപ്പോൾ ഈ പറഞ്ഞ റേഷ്യോസിൻ്റെ ഉപയോഗം അതിനകത്തുള്ള മെഷർമെൻറ്റ്സിൽ വരും, അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മെഷർമെൻറ്റ്സിൽ. അത് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചവർക്ക് അറിയാം. അപ്പോൾ അത് വിട്ടേക്കൂ. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് ഇങ്ങനെ ചില എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ആദ്യത്തെ എന്താ, എ എന്നും ബി എന്നും 2 നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റൂട്ടാണ് മീൻ പ്രൊപ്പോർഷൻ. ഇനി ഫോർത്ത് പ്രൊപ്പോർഷൻ ആദ്യം പറയാം, കാരണമുണ്ട്. ഫോർത്ത് പ്രൊപ്പോർഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് എ എന്നും ബി എന്നും സി എന്നും 3 വാല്യൂസ് ഉണ്ട്. എ എന്നും ബി എന്നും സി എന്നും 3 വാല്യൂസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഫോർത്ത് പ്രൊപ്പോർഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കിക്കോ. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഫോർത്ത് പ്രൊപ്പോർഷൻ. എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഫോർത്ത് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ എന്താ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ എന്താവും, ഫോർത്ത് പ്രൊപ്പോർഷൻ ഇങ്ങോട്ട് വരും, ബി മേളിൽ പോവും, എ താഴെ വരും. അതായത് എന്താ, ഫോർത്ത് പ്രൊപ്പോർഷൻ ഈക്വൽ ടു ബി ഇൻറ്റു സി ബൈ എ. ബി ഇൻറ്റു സി ബൈ എ. അത് അപ്പോൾ ഇതിങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ചുരുക്കത്തിൽ ഈസി ആയിട്ട് ഇത് തലയിലോട്ട് കയറ്റാനായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 3 നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എയും ബിയും സി എന്ന് പറഞ്ഞ് 3 നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. 3 നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ ഫോർത്ത് പ്രൊപ്പോർഷൻ പറഞ്ഞത് ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിരത്തി പിടിച്ച് അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ എന്താ, ബി ഇൻറ്റു സി ബൈ എ. 3 നമ്പർ തന്നിട്ടുണ്ട്, അവസാനത്തെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷൻ. ഫോർത്ത് പ്രൊപ്പോർഷന് നമുക്ക് 3 നമ്പർ തരും കേട്ടോ, നമുക്ക് 3 നമ്പർ തരും. തേർഡ് പ്രൊപ്പോർഷൻ നമുക്ക് 2 നമ്പർ തന്നെ ഉണ്ടാവത്തുള്ളൂ, എ എന്നും ബി എന്നും 2 നമ്പർ. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എ ബൈ ബി ഈക്വൽ ടു, ഇവിടെ വേറെ 3ാമത്തെ നമ്പർ ഇല്ലല്ലോ, അതുകൊണ്ട് ഈ ബി തന്നെ ഇവിടെ ഇടും. അപ്പോൾ പിന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും എന്താവും എന്നത് അല്ലേ. കാരണം ബി ഇൻറ്റു സി എന്നുള്ള ഇവിടെ ബി ഇൻറ്റു ബി സ്ക്വയർ ആവും, ബി ബൈ തേർഡ് പ്രൊപ്പോർഷൻ എന്നാവും. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷൻ എന്താ, ബി ഇൻറ്റു ബി സ്ക്വയർ ബൈ എ. അപ്പോൾ കണ്ണും പൂട്ടി എന്താ, 2 നമ്പർ ഉണ്ടെങ്കിൽ അവസാനത്തെ സ്ക്വയർ ബൈ ആദ്യത്തെ നമ്പർ. മനസ്സിലായില്ല? ഇപ്പോൾ ഇത് വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി സമ്മറൈസ് ചെയ്യാം.
സമ്മറൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാ എ എന്നും ബി എന്നും 2 നമ്പറുണ്ട്, അവസാനത്തിൻ്റെ b²/a. ഫോർത്ത് പ്രൊപ്പോർഷൻ എന്താ, എ ബി സി എന്ന് 3 നമ്പറുണ്ട്, അവസാനത്തെ 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ബൈ എ, ആ ഫോർത്ത് പ്രൊപ്പോർഷനായി. അപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ പറയാം 3 ടൈപ്പ് പ്രൊപ്പോർഷൻസും ഒന്നും കൂടെ പറയാം. അപ്പോൾ എന്താ 3 ടൈപ്പ് പ്രൊപ്പോർഷനാണുള്ളത്. ഫസ്റ്റ് നമുക്ക് മീൻ പ്രൊപ്പോർഷൻ, എന്തിൻ്റെ, എയുടെയും ബിയുടെയും മീൻ പ്രൊപ്പോർഷൻ എന്താ, അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ റൂട്ട് ആയല്ലോ. തേർഡ് പ്രൊപ്പോർഷനിലും എന്താണ്, 2 നമ്പരേ വരുള്ളൂ, എ എന്നും ബി എന്നും 2 നമ്പർ. അതിൻ്റെ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ നമ്പറിൻ്റെ സ്ക്വയർ ബൈ ആദ്യത്തെ നമ്പർ b²/a. ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ 3 നമ്പർ വരും, എ എന്നും ബി എന്നും സി എന്നും നമ്പർ വരും. ഉടനെ അവസാനത്തെ 2 നമ്പർ എടുക്കുക, കൂട്ടിക്കെട്ട് ആവുമ്പോൾ BC/ ആദ്യത്തെ നമ്പർ. ഓക്കെ, ഓർത്ത് വെച്ചോ, പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 12⁻35, 3⁻12 ആൻഡ് 4⁻12. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞെന്താ, 3 നമ്പർ തന്നു വിചാരിക്കും, 12⁻35, 3⁻12, 4⁻12. ഇങ്ങനെ 3 നമ്പർ തന്നാൽ എങ്ങനെയാണ് ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നത്, അവസാനത്തെ 2 നമ്പറിനെ കൂട്ടിക്കെട്ടുക, 3⁻12 × 4⁻12 ബൈ ആദ്യത്തെ നമ്പർ 12⁻35. പിന്നെ ഇവിടെ വേറെ ഇവിടെ എന്താ, പവർ ഒരുപോലെ വന്നു, 3⁻12, 4⁻12. പവർ ഒരുപോലെ വന്നില്ല, പവർ ഒരുപോലെ വന്നു, അതായത് ഇപ്പോൾ എ എന്നും ബി എന്നും 2 നമ്പർ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ അവരുടെ പവർ എന്താ, a⁻x × b⁻x എന്ന് വിചാരിക്കുക, നമ്മളത് എന്താ വരുന്നത്, a × b ⁻x എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതും അറിയില്ലെങ്കിൽ ഇതും നിങ്ങൾ നോക്കി വെച്ചോ, a⁻x × b⁻x, അതായത് ഒരേപോലെ പവർ വന്നാൽ a × b ⁻x ആവും. അപ്പോൾ 3 × 4 ⁻12 ആവും, അതായത് എന്താ, 12⁻12/12⁻35 എന്ന് പറഞ്ഞ് വരുമ്പോൾ എന്താ, അയ്യോ എൻ്റെ ഓപ്ഷൻ ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ എന്താ, 12⁻12/12⁻35, അതായത് മേളിൽ 12 × 12 × 12 അങ്ങനെ 12 എണ്ണം ഉണ്ട്, താഴെ 12 × 12 × 12 അങ്ങനെ 35 എണ്ണം ഉണ്ട്. അപ്പോൾ എന്താ, 35 ന്ന് 12 എണ്ണം കട്ട്, അപ്പോൾ 1/12 എന്ത് വരും, 35 ന്ന് 12 പോയാൽ എന്താ, 25 23, 12⁻23 എന്ന് ഉത്തരം വരും. ഞാൻ ഓപ്ഷൻ എടുക്കാൻ മറന്നുപോയി, അയ്യോ. ഒന്നിലെ 12⁻23 അല്ലെങ്കിൽ 12⁻−23 അങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻ ഇനി വേറെ പോയി നോക്കണം. എന്തായാലും ഇതായിരിക്കും ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ആണ് ഓപ്ഷനിൽ ഉത്തരം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയോ, വളരെ സിമ്പിളാണ്. 3 numbers are in the ratio 1:2:3. By adding 5 to each of the numbers, then the ratio changes to 2:3:4. The smallest number is. 3 നമ്പർ എന്തൊക്കെ റേഷ്യോയിലാണ്, 1:2:3. എന്നിട്ട് എന്താ, ബൈ ആഡിങ് 5 to each of the numbers, then the ratio changes to 2:3:4. അതായത് എന്താ, ഇതിനോട് ഓരോന്നിനോടും 5 ആഡ് ചെയ്യുമ്പോൾ 5 1 6, 5 2 7, 5 3 8 ആവുമ്പോൾ എന്താവും, 1:, എന്താവും റേഷ്യോ, ചേഞ്ചസ് ടു 2:3:4. ഏറ്റവും ചെറിയ നമ്പർ ഏതാ അല്ലേ, ഏതാ, മേളിലോട്ട് നോക്കിയിരിക്കേണ്ടി വരും അല്ലേ. അങ്ങനെയല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ചെയ്യരുതെന്ന്, ഇങ്ങനെ ചെയ്യുന്നത് ഹിമാലയൻ മണ്ടത്തരമാണ്. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും എന്താണ് അങ്ങനെ ചെയ്യുന്ന തെറ്റാണല്ലോ എന്ന് നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്, നിങ്ങളുടെ പഠനം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിരുന്നോ, ഇങ്ങനെ 3 നമ്പർ തന്നിട്ട് 1:2:3 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിനോട് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി എക്സ് ഇടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1x 2x 3x ഇടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1x എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് തന്നെയാണ്. 1 × x എക്സ് അല്ലേ, 2x, 3 എന്താ 3x. ഓക്കെ, ഇനി ഇതിനോട് നമ്മൾ ആഡ് ചെയ്യുന്നു 5. അപ്പോൾ എന്തായി നമ്പർ, x+5, 2x + 5, 3x + 5 എന്നായി. ഇവരെന്താ പറയുന്നത്, ആ x+5 2x + 5 3x + 5 എന്നത് എന്താവും പറഞ്ഞേ, റേഷ്യോ എന്ത് വരും എന്ന് പറഞ്ഞേ,
2:3:4. അങ്ങനെയാണ് ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാനാണ്. A:B:C ഈക്വൽ ടു ഇങ്ങനെയല്ലേ എന്ന് വെച്ചാൽ A/B എന്ന് പറഞ്ഞാൽ ഇതേ ബൈ ഇതെന്നല്ലേ, ഇതേ ബൈ ഈ ആദ്യത്തെ ബൈ ഇതെന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ബൈ ഇതല്ലേ. അങ്ങനെ എടുത്ത് നമുക്ക് എക്സ് കണ്ടുപിടിച്ചിട്ടു. അപ്പോൾ ഇതെന്താ, ഈ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ x+5 ബൈ ഇതെന്താ, ഈ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ 2x+5 ഈക്വൽ ടു ഇവിടെയുള്ള ആദ്യത്തേത് ബൈ അവിടെയുള്ള രണ്ടാമത്തതല്ലേ അല്ലേ. അപ്പോൾ എന്താ മൈൻഡിൽ പറയാൻ ശ്രമിക്കണം കേട്ടോ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. SSCക്ക് പഠിക്കുന്ന പിള്ളേർ പ്രത്യേകിച്ച് മൈൻഡിൽ, എല്ലാ പിള്ളേരും PSCക്കും എല്ലാവരും പഠിക്കുന്ന ആസ്പിറൻസ് മൈൻഡിൽ പറഞ്ഞ 3x + 15 ഈക്വൽ ടു 4x + 10. അപ്പോൾ 3x 4x, അപ്പോൾ എക്സ് അപ്പുറത്തോട്ട് പോകുന്നു, ഇവിടെ 15, അപ്പോൾ 10 ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ 3x 4x 3x എക്സ് ഇവിടെ എന്താ 15 10 പോയാൽ 5, അപ്പോൾ x = 5. ഇങ്ങനെ പേന തൊടാതെ ഇങ്ങനെ ഉത്തരത്തിലോട്ട് വരാനായിട്ട്, ഉത്തരമായിട്ടില്ല, x = 5. സംശയമുള്ളവർ ചെയ്ത് നോക്കൂ. 3x ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x = 5 വരും. x = 5 വന്നില്ലേ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇട്ടാൽ പോരെ, ഇതിനകത്ത് ഇടേണ്ട കാര്യമില്ല. കാരണം എന്താ, x = 5 ഇവിടെ ഇട്ട്, എക്സ് തന്നെയാണ് ഏറ്റവും ചെറിയ നമ്പർ ഇതിനകത്ത്. x 2x 3x ഏറ്റവും ചെറിയ നമ്പർ എക്സ് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 5 വന്നു. അപ്പോൾ 5 ഉത്തരം. ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നല്ലേ. ഓപ്ഷൻ എ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഉത്തരം 5 ഓപ്ഷൻ എ ആണെങ്കിൽ അതാണ് കറക്റ്റ്. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഈ ഹിമാലയൻ മണ്ടത്തരം, കൊളോസൽ ബ്ലണ്ടർ ആരും ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതെ ഈ ചോദ്യം നോക്കൂ. When x is equal to 1, then y is directly proportional to x plus 3 and y is equal to 8. When z is equal to 6, then x is inversely proportional to z and x is equal to 2. Find the relation between y and z. ഓക്കെ, കുറേ പേർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിൻ്റെയും ഡയറക്ട്ലി പ്രൊപ്പോർഷണലിൻ്റെയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിൻ്റെയൊക്കെ അർത്ഥം അറിയായിരിക്കും. അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇവിടെ, അയ്യോ പോയോ, ഇവിടെ എ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. എ എന്ന് പറഞ്ഞ വാല്യൂ ബി എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇല്ല, എ എന്ന് പറഞ്ഞ വാല്യൂ ബി എന്ന് പറഞ്ഞ വേറെ വാല്യൂ ഇല്ല, ബി എന്ന് പറഞ്ഞ വേറൊരു വാല്യൂവിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ കൂടുമ്പോൾ ബിയും കൂടും, എ കുറയുമ്പോൾ ബിയും കുറയും. ഓക്കെ, അതാണ് എന്ത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഞാൻ കൂടിയാൽ നീയും കൂടും, ഞാൻ കുറഞ്ഞാൽ നീയും കുറയും, അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഞാൻ കുറയുമ്പോൾ നീ കൂടും, തിരിച്ച് ഞാൻ കൂടുമ്പോൾ നീ കുറയും, ഞാൻ ചിരിക്കുമ്പോൾ നീ കരയും, നീ കരയുമ്പോൾ ഞാൻ ചിരിക്കുന്നു പറഞ്ഞാൽ അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇത് റിയൽ ലൈഫിൽ എന്താ എക്സാമ്പിൾ ഉള്ളത്? നിങ്ങൾ ബൈക്ക് ഓടിക്കുന്നു. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾ വീട് വരെ 10 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ സ്പീഡ് കൂട്ടിയാൽ എന്ത് ചെയ്യും? ദൂരം കുറയും? ഇല്ല, ദൂരം കോൺസ്റ്റൻറ്റാണ്. സ്പീഡ് കൂട്ടിയാൽ സമയം കുറയും, എത്താനുള്ള സമയം അല്ലേ. സ്പീഡ് കുറച്ചാൽ എത്താനുള്ള സമയം കൂടും. അപ്പോൾ സ്പീഡ് കൂട്ടുമ്പോൾ സമയം കുറയുമ്പോൾ, സ്പീഡ് കുറയ്ക്കുമ്പോൾ സമയം കൂടുന്നു. അപ്പോൾ ഒരെണ്ണം കൂട്ടുമ്പോൾ ഒരെണ്ണം വേറെ ഒന്ന് കുറയുന്നു. അതെന്താ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. ഇനി ഫിസിക്സിൽ നിങ്ങൾക്ക് എന്താണ് സ്പീഡിൻ്റെ എന്താ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നല്ലേ. കണ്ടോ, സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് ഒരെണ്ണം മേളിലും ഒരെണ്ണം താഴെയും കിടക്കുന്നത്. സ്പീഡും ഡിസ്റ്റൻസും എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. കാരണം എന്താ അറിയോ, സ്പീഡ് കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് കൂടി പോകും. മീൻസ് ടൈമിനനുസരിച്ച് സ്പീഡും ടൈമും. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലൊക്കെ മേളിയും താഴെയും കിടക്കും. വേറെ മേലാണെങ്കിൽ വേറെ താഴെ, ഇവൻ മേളിലാണെങ്കിൽ ഇവൻ താഴെ, അങ്ങനെ കിടക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ എസും ഡിയും കിടക്കുന്നല്ല, നേരെ കിടക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. കുറേ പേർക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷേ കുറച്ച് പേർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് എന്ന് പറഞ്ഞത് 1 ആവുമ്പോൾ ദെൻ വൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് പ്ലസ് 3. വൈ എന്ന് പറഞ്ഞത് എക്സ് പ്ലസ് 3ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇതെങ്ങനെ നമ്മൾ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് വരും. പക്ഷേ ഇവിടെ വേറൊരു കോൺസ്റ്റൻറ്റിൻ്റെ ഫാക്ടറും കൂടെ വരും. കാരണം എന്താ, നേരത്തെ നമ്മളെന്താ സ്പീഡ് ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, 1/t. പക്ഷെ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടായിരുന്നല്ലോ. എന്താ, നിങ്ങളുടെ വീട്ടിലോട്ടുള്ള ദൂരം കോൺസ്റ്റൻ്റ് അല്ലേ, ഡിസ്റ്റൻസ്. നിങ്ങളുടെ വീട്ടിലോട്ടുള്ള ദൂരം കോൺസ്റ്റൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ എന്താ ഇവിടെ
ഇൻവേഴ്സ് ആണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഇടണം. അതിന് നമ്മൾ കെ എന്ന് വിളിച്ചെടുക്കും. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ x+3 ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു ആ കോൺസ്റ്റന്റ് ഇൻറ്റു x+3 എന്ന് നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. പിന്നെന്താ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ x ഈസ് ഈക്വൽ ടു 1 ദെൻ y ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു x+3 ആൻഡ് y ഈസ് ഈക്വൽ ടു 8. ഇവിടെ എന്താ, ഇവിടെ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എന്ന് വരും. ആ സമയത്ത് എന്താ x 1 എന്നും വരും എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ഇവിടെ വന്നുകൊണ്ട് എന്താ 3 + 1 4. അപ്പോൾ 4K വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ എന്താ കെ എന്താ, സോറി ചെളി അടിക്കുന്നുണ്ട് ഇടയ്ക്ക്. കെ എന്താ 8/4 2. കെ 2 കിട്ടിയില്ലേ? അപ്പോൾ ഈ കെ എടുത്തിട്ട് ഈ ഇക്വേഷനിൽ ഇടാമല്ലോ. അപ്പോൾ എന്ത് പറ്റും? y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x+3. ഇതെൻ്റെ ആദ്യത്തെ ഇക്വേഷൻ. y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x+3. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വെൻ z ഈക്വൽ ടു 6 ആവുമ്പോൾ x ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. y ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞ എഴുതില്ല. അതുപോലെ തന്നെ x എന്താ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, താഴെ കിടക്കണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരുത്തം മേളിൽ കിടക്കുമ്പോൾ താഴെ കിടക്കും, എക്സ് മേളിൽ കിടക്കും, അതുകൊണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ താഴെ കിടക്കും. 1/x ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? z. പക്ഷെ അത് മാത്രമാണോ? അത് മാത്രമല്ല, നമ്മളിത് ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യും? എക്സ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വരും, k ഇൻറ്റു 1/z എന്ന് പറഞ്ഞാൽ എന്താ? k/z. മനസ്സിലായില്ലേ? കെയുടെ ഒരു ഉപയോഗം മനസ്സിലായില്ലേ? ഇവിടെ കിടന്നു, അവിടെ കിടന്നു, താഴെ കിടക്കുന്ന ഇവന്മാൻ മാത്രമേ ഉള്ളൂ. ഡയറക്റ്റും പ്രൊപ്പോർഷൻ അനുസരിച്ച് അവൻ ഇങ്ങനെ മാറി കളഞ്ഞാലും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കെ അവിടെ ഉണ്ടാവും. നിങ്ങൾ ആരും വന്നും പോയൊക്കെ നിൽക്കും. നിങ്ങൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷന് അനുസരിച്ച് മേളിൽ കിടക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അനുസരിച്ച് താഴെ കിടക്കും. പക്ഷേ കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അയാൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു k/z. പറഞ്ഞിരിക്കുന്നത് എന്താ? z 6 ആവുമ്പോൾ എക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു z ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 2. എക്സ് 2 ആവും. അപ്പോൾ ഇതെന്താ? 2 ഈക്വൽ ടു k/z എന്താ? 6 6. 2 ഈസ് ഈക്വൽ ടു k/6 എന്ന് പറയുമ്പോൾ എന്താ? k ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 2 എന്ത് വരും? 12 വരും. k എന്താ? ഇവിടെ 12 വന്നു. അപ്പോൾ ഇവിടെ k 12 ആണ്. അപ്പോൾ ഇവിടെ എടുത്തിട്ടാൽ പോരെ ഇത്? എക്സ് ഈസ് ഈക്വൽ ടു 12/z. എക്സ് ഈസ് ഈക്വൽ ടു 12/z. എക്സ് ഈസ് ഈക്വൽ ടു 12/z. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ. എൻ്റെ ആദ്യത്തെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x+3. രണ്ടാമത്തെ ഇക്വേഷൻ x ഈസ് ഈക്വൽ ടു 12/z. ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ y ആൻഡ് z. അപ്പോൾ ഇത് തമ്മിൽ ഒന്ന് കല്യാണം കഴിപ്പിച്ചാൽ മതി. അതിനെന്ത് ചെയ്യണം പറയൂ? അപ്പോൾ ഇതൊക്കെ മായ്ക്കാമല്ലോ. ഇപ്പോൾ വന്നെങ്ങനെയെന്ന് മനസ്സിലായില്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സിനെ ഇവിടെ എക്സ് ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ. അപ്പോൾ ഇവിടെയും കൂടെ നമ്മൾ എക്സിനെ ഒന്ന് ഒറ്റപ്പെടുത്തി നിർത്തിയാൽ കാര്യങ്ങൾ സുഗമമാവും. അപ്പോൾ എന്ത് ചെയ്യണം? 2 ഇൻറ്റു, അപ്പോൾ 2നെ താഴോട്ട് കൊണ്ടുപോകാം, y/2 ഈക്വൽ ടു x+3 എന്നാവും. y/2 ഈക്വൽ ടു x+3 എന്നാവും. അപ്പോൾ 3യും കൂടി ഇങ്ങോട്ട് വരണം. അപ്പോൾ y/2 - 3 ഈക്വൽ ടു x. ഇവിടെ എന്താ? y/2 - 3 ഈക്വൽ ടു x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? ഇപ്പോഴേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, കാരണം ഇവിടെ താഴെ 1 അല്ലേ. അപ്പോൾ y - 6/2 ഈക്വൽ ടു x. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ y - 6/2 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 12/z ആണ്. കറക്റ്റാ. ഓ ഇങ്ങനെ തന്നെയല്ലേ? അതെ. അപ്പോൾ y - 6/2 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 12/z ആണ്. അപ്പോൾ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു 12/z ആണെങ്കിൽ y - 6/2 എന്താ? 12/z ആണ് അല്ലേ? അപ്പോൾ എന്താ? z ഇൻറ്റു y - 6 എന്ന് പറഞ്ഞാൽ എന്താ? 12 ഇൻറ്റു 2 എന്താ? 24 വരും. 12 ഇൻറ്റു 2 24. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. z ഇൻറ്റു y - 6 ഇസ് ഈക്വൽ ടു 24 എന്ന് വരും. എന്താ ഉത്തരം ഉണ്ടല്ലോ? ഓപ്ഷൻ ഡി അല്ലേ? ഇത് ഓപ്ഷൻ ഡി ആണല്ലോ കാണിക്കുന്നത്. z ഇൻറ്റു y - 6 ഈക്വൽ ടു 24. ഓപ്ഷൻ ഡി കിടക്കുന്നില്ലേ? z ഇൻറ്റു y - 6 ഈക്വൽ ടു 24 എന്നായിരിക്കുന്നു. y - 6 ഇൻറ്റു z ഈക്വൽ ടു 24 എന്നല്ല ഓപ്ഷനിൽ. ഓപ്ഷൻ ഡി. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ കാര്യം. അടുത്ത ചോദ്യം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. അറേഞ്ച് ദ റേഷ്യോസ് ഇൻ അസെൻഡിങ് ഓർഡർ. 5:3, 3 and 1/3, 6/, അങ്ങനെ കുറച്ച്
അവസാനം 3.5:4.5. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് റേഷ്യോയുടെ വാല്യൂ കിട്ടണമെങ്കിൽ A:B എന്ന് പറഞ്ഞ റേഷ്യോയുടെ വാല്യൂ കിട്ടണമെങ്കിൽ A/B ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് 5:3 and 1/3. അപ്പോൾ 5:5 എന്നുള്ള 5/3 and 1/3. 3 and 1/3 എന്നുള്ളത് എങ്ങനെ എടുക്കാം നിങ്ങൾക്ക്? 3 and 1 ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇത് നോക്കിക്കോ. 3 and 1/3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാട്ട് പാടണം. 3 × 3 + 1/3 എന്നാണ്. 3 × 3 + 1/3 എന്നാണ് ചെയ്യുന്നത്. ഇത് × ഇത് + 1/3. അപ്പോൾ 3 × 3 9, 9 + 1 10, 10/3. അപ്പോൾ 10/3 എന്ന് വരില്ലേ? 10/3 എന്ന് വരും. ആ 3 മേളിൽ പോവല്ലോ, × 3/10 അപ്പം തന്നെ എഴുതിയേക്കാം. 10 ഇത് വന്നാൽ മനസ്സിലാവത്തവർക്ക് 10/3 എന്നല്ലേ ഇത്. ആ 3 മേളിലോട്ട് ചാടും. ഓക്കെ, ആദ്യത്തെ അത്. അടുത്ത എന്താ? അടുത്ത മിക്സ്ഡ് ഫ്രാക്ഷൻസ് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞേ 6 and 1/4. 6 × 4 6 and 1/4. 6 × 4 + 1/4. 6 × 4 24. 24 + 1 25. 25/4. 25. അപ്പോൾ എന്താ 25/4 എന്താ 3 and 1/8. അപ്പോൾ എന്താ 3 × 8 24 + 1 25/8. 25/8. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാം. കാരണം എന്താ അറിയോ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ താഴെ മേളിൽ പോകുന്നു. അപ്പോൾ ഈ താഴത്തെ എന്താ 8 മേളിൽ പോവില്ലേ? മേളിൽ പോവും. 25 താഴെ കിടക്കും. താഴെ കിടക്കുന്ന 25 മേളിൽ കിടക്കുന്ന 25 വെട്ടില്ലേ? മേളിൽ എന്താ 8 മേളിൽ പോവല്ലോ. താഴെ എന്താ 4. 8/4 എന്താ 2. അപ്പോൾ ഇത് ഓൾറെഡി 2 വന്നു. ഇവിടെ നിങ്ങൾക്ക് എന്താ ഇവിടെ ഒന്നുമില്ല. 5 × 3 15. 15/10 1.5. 1.5 2. അടുത്ത എന്താ 3.5:4.5. അപ്പോൾ എന്താ 3.5/4.5 എന്താ 35 കൊണ്ട് വെട്ടി എന്താ 7/0.9 എന്ന് വരും. അത് 7/9 എന്ന് എഴുതാമല്ലോ, എഴുതാം. അപ്പോൾ 7/9 വരും. ഓക്കെ, അപ്പോൾ ഇത് 1.5, ഇത് 2, ഇത് 7/9. ഇതെന്തായാലും 0. വരുള്ളൂ. 0.7 9 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ ഒന്നിലും കുറവേ വരുള്ളൂ, 0. വരുള്ളൂ. അപ്പം തന്നെ നോക്കിയേ, ഇതാണ് ഏറ്റവും ചെറുത്. ഏറ്റവും ചെറുത് ഏതാ? 3.5/4 അഥവാ 3.5:4.5. ഓപ്ഷൻസിലോട്ട് നോക്കിയേ, അതുള്ളത് എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ മാത്രമാണ് കറക്റ്റ്. 3.5:4.5. ബാക്കിയുള്ള നോക്കിയാൽ കറക്റ്റായിട്ട് വരും. അവിടെ അത് മാത്രമേ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിന് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻകംസ് ഓഫ് P, Q and R are in the ratio of 9:15:10. 3 ചങ്ങാതിമാരുണ്ട്. അവരുടെ ഇൻകം, അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ റേഷ്യോ 9:15:10 ആണ്. ആൻഡ് ദ സേവിങ്സ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 10:15:12. അവർ മിച്ചം പിടിക്കുന്ന പൈസയുടെ റേഷ്യോയും ഉണ്ട്. ഇഫ് R spends 60% of his income, what is the ratio of expenditure of P, Q? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസും അങ്ങനെയുള്ള കുറച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല, പെർസെൻറ്റേജസ് എന്ന് പറഞ്ഞ പാഠം വേഗം നമ്മൾ ശതമാനങ്ങൾ. ഈ ശതമാനങ്ങളും പെർസെൻറ്റേജസും പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്ന കാര്യം കുറച്ച് ഇങ്ങനെ എഴുതുന്ന രീതി പഠിക്കും. അതായത് എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, 3 ആൾക്കാരുണ്ട്. P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്. അവർക്ക് ഈ 3 പേർക്ക് എന്താ, ഈ 3 പേര് സാധാരണ മനുഷ്യന്മാരല്ലേ നമ്മളെപ്പോലെ. അവർക്കെന്താ, നിങ്ങൾ SSCയും ഇത് PSC ഒക്കെ എഴുതി ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് പൈസ ശമ്പളവും ചിലവും എന്താണ് മിച്ചം പിടിക്കലൊക്കെ ഉള്ള പോലെ ഇവർക്കും ഉണ്ട്. എന്തുണ്ട്? ശമ്പളമുണ്ട്, ഇൻകം ഉണ്ട്, I ഉണ്ട്, ഇത് എക്സ്പെൻഡിച്ചർ ചിലവുണ്ട്, E ഉണ്ട്, സേവിങ്സ് ഉണ്ട്, മിച്ചം പിടിക്കൽ S ഉണ്ട്, സേവിങ്സ് ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവരുടെ ഇൻകത്തിൻ്റെ റേഷ്യോ 9:15:10. ഞാൻ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. നിരത്തി എഴുതിയാലും ഇങ്ങനെ തന്നെയാണല്ലോ. എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ തന്നിട്ടില്ല, മിച്ചം പിടിക്കുന്നതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എന്ത്? 10:15:12. ഓക്കെ, ഉടനെ ഇവിടെ കണ്ടിട്ട് Q എൻ്റെ കിട്ടുന്ന ഇൻകം ഒക്കെ സേവ് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. ആ 15 എന്ന് വെച്ചാൽ വേറെ റേഷ്യോയോട് ബന്ധപ്പെടുത്തിയ 15 കേട്ടോ. 9 വന്നിരുന്നെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് പറയാം, ഇവിടെ അതല്ല. ഓക്കെ, അതൊക്കെ വിടും. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് P, Q and R? അത് ഇവിടെ വരേണ്ട എന്താണെന്ന് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് R spends 60% ഓഫ് ഹിസ് ഇൻകം, വാട്ട് ഈസ് ഓക്കെ ആറിൻ്റെ എന്തായിരുന്നു 10 അല്ലേ? ഓക്കെ, എന്താ ചോദ്യം പറഞ്ഞത്, ഇഫ് R spends 60% ഓഫ് ഹിസ് ഇൻകം, ആറിന് കിട്ടുന്ന പൈസയുടെ 60% അവൻ ചിലവാക്കുന്നുണ്ട്. എടാ 60% ചിലവാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചം പിടിക്കുന്ന പൈസ 40% അല്ലേ?
ആണ്. മിച്ചം പിടിക്കുന്ന പൈസ, അതായത് 12 എന്ന് പറഞ്ഞാൽ 40%, അല്ലേ? 60% ചിലവാക്കുന്നു, 40% മിച്ചം പിടിക്കുന്നു. എന്തിൻ്റെ 40%? 12 കിട്ടുന്ന സാലറിയുടെ 40% 12 അല്ലേ? അപ്പം കിട്ടുന്ന സാലറിയുടെ 100% എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടുന്ന സാലറി തന്നെ അല്ലേ? 100% എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സാലറി തന്നെ അല്ലേ? ശ്രദ്ധിച്ച് കേൾക്ക്, കിട്ടുന്ന സാലറിയുടെ 40% എന്ന് പറഞ്ഞാൽ 12. അപ്പം കിട്ടുന്ന സാലറിയുടെ 100% എന്ന് പറഞ്ഞാൽ എന്താ? ആ സാലറി തന്നെ. അപ്പം 40% 12 ആണെങ്കിൽ 10% എത്രയാ? 40% 12 ആണെങ്കിൽ 40നെ 10% ആക്കുന്നത് എങ്ങനെയാ? 4 കൊണ്ട് ഹരിച്ചിട്ടല്ലേ? അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഹരിക്കണ്ടേ? അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 12/4 എത്രയാ? 3. 10% എന്ന് പറഞ്ഞാൽ 3 ആണ്. 10% എന്ന് പറഞ്ഞാൽ 3 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ എത്രയാ? 10%നെ 100 ആക്കാൻ എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 100% എന്ന് പറഞ്ഞാൽ എത്രയായി? 30 ആയില്ലേ? 100% എന്ന് പറഞ്ഞാൽ 30 ആയി. 100% 30 ആയി. 100% എന്ന് പറഞ്ഞാൽ എന്താ? 6ന് കിട്ടുന്ന സാലറിയാ. 6ന് കിട്ടുന്ന സാലറി 30 ആണ്. 100% 30 ആണ്. അത് വന്നെങ്ങനെയെന്ന് മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് ആർ സ്പെൻസ് 60% ഓഫ് ഹിസ് സാലറി, 6 അവന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 60% ചെലവ് ചെയ്യുന്നു. എടാ, 60% ചെലവ് ചെയ്താൽ എത്ര ശതമാനമാണ് സേവ് ചെയ്യുക? 40%. സേവ് ചെയ്യുന്ന റേഷ്യോ എന്താ? 12. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ 40%. 40%നെ 10 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10% ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 12നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 3. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ അതായത് മുഴുവൻ സാലറി 30 ആണ്. മുഴുവൻ സാലറി 30 ആണ്. ഇപ്പതേ നമ്മൾ ആദ്യം പഠിച്ച സാധനം വന്നു. റിയാലിറ്റി എന്താ? 30. ഇത് ഫേക്ക് അല്ല, ഇത് റേഷ്യോ. റിയാലിറ്റി 30, ഇത് എടുത്ത റേഷ്യോ. അപ്പോൾ ഈ 10നെ 30 ആക്കുന്നത് എങ്ങനെയാ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്ക്വാഡ് എന്താ? ഫാക്ടർ എന്താ? 10നെ × 3 ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും × 3 കൊണ്ട് ചെയ്താൽ സത്യം കിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഫാക്ടർ എന്താ? × 3 ആണ്. അപ്പോൾ എല്ലാത്തിനെയും 3 കൊണ്ട് ഗുണിച്ചാൽ ശരിയായ സാലറി കിട്ടില്ലേ? കിട്ടും. എല്ലാത്തിനെയും 3 കൊണ്ട് ഗുണിക്കാം. ഇവിടെ ഇച്ചിരി വൃത്തിയാക്കിയിട്ട് എല്ലാത്തിനെയും 3 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ശരിയായ സാലറി കിട്ടുമല്ലോ നമുക്ക്. എല്ലാത്തിനെയും 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ശരിയായ സാലറി കിട്ടും. അപ്പോൾ എല്ലാത്തിനെയും 3 കൊണ്ട് ഗുണിച്ചാൽ 9 എന്താ? 27. ഇതിനെ ഇങ്ങനെ IR എന്ന് എഴുതാം അല്ലെ? ഇൻകം, റിയൽ ഇൻകം. 9, അയ്യോ 3 തന്നെയാണോ? അതെ 9, 27. 15 × 3 45. 10 × 3 30. ഇതാണെന്ത്? 6ൻ്റെ റിയൽ ഇൻകം. അയ്യോ സോറി, എല്ലാവരുടെയും റിയൽ ഇൻകം ഇതാ അല്ലേ? അപ്പോൾ സേവിങ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? ശരിക്കുള്ള ശമ്പളത്തിൽ നിന്ന് അല്ല, എക്സ്പെൻഡിച്ചർ കിട്ടാൻ എന്ത് ചെയ്യണം? സേവിങ്സ് കുറച്ചാൽ പോരെ? അപ്പോൾ എന്താ? 27 ന്ന് 10 കുറച്ചാൽ 17. 45 ന്ന് 15 കുറച്ചാൽ 30. 30 ന്ന് 12 കുറച്ചാൽ എന്താ? ഇത് നമ്മുടെ ഇതല്ലേ വരുന്നത്? ഉത്തരം കറക്റ്റല്ലേ വന്നിരിക്കുന്നത്? ഒരു സംശയം. 18. അത് തന്നെയാണ്. അല്ലല്ല, എനിക്ക് സംശയം തോന്നിയതാണ് ഓപ്ഷൻസ് കണ്ടിട്ട്. കാരണം ഇവിടെ വേറെ ഓപ്ഷനാണോ വന്നതെന്ന് എനിക്ക് സംശയം. അല്ല, 17, 30, 18. 17:30:18 എന്ന് പറഞ്ഞ ഓപ്ഷൻസിലുണ്ടോ നോക്ക്. എനിക്ക് തോന്നുന്നു എന്താ ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി കണ്ടോ? 17:30:18. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു കാര്യമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പഠിച്ച മറ്റേ റിയലും ഇമാജിനറിയും തമ്മിലുള്ള റിയലും റേഷ്യോയും തമ്മിലുള്ള പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. ഞാൻ ഈ റിയൽ ഇമാജിനറി പറഞ്ഞാൽ നിങ്ങളധികം പ്രോത്സാഹിപ്പിക്കേണ്ട കേട്ടോ. നിങ്ങൾ നാളെ ഇപ്പോൾ വല്ല മാത്സ് സാറിൻ്റെ മുമ്പിൽ പോയി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇമാജിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ പ്രശ്നമാവും. പുള്ളി എന്നെ ചീത്ത വിളിക്കും. അതുകൊണ്ട് ഞാൻ പഠിക്കാനുള്ളൊരു സുഖത്തിന് പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പോവാം. ഓക്കെ, ഇതായി നോക്ക്. A certain sum was to be divided between A and B in the ratio 8:5. However, by mistake, it was divided in the ratio 5:8. Thus,
എ ഗെറ്റ്സ് ₹300 ലെസ് ദാൻ ഹിസ് ഒറിജിനൽ ഷെയർ. ഫൈൻഡ് ദ സം. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്തോ, ഞാൻ ഇച്ചിരി സ്പീഡിൽ ചെയ്യും. എന്താ, ഒന്നും പറഞ്ഞിട്ടില്ല. എക്കും ഒരു സമ്മുണ്ട്, ഒരു പ്രത്യേക തുകയുണ്ട്, അത് എയുടെയും ബിയുടെ ഇടയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട രീതി 8:5 എന്ന് പറഞ്ഞ രീതിയിലാണ് കൊടുക്കേണ്ടത്. പക്ഷേ എന്താ, ഹൗവർ ബൈ മിസ്റ്റേക്ക് ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 5:8. ഓഹോഹോ, SSC നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മിസ്റ്റേക്ക് ആയത് 8:5 5:8 എന്ന് വായിക്കണമെന്ന് നമ്മൾ ചെയ്യില്ല, നമുക്ക് ശ്രദ്ധയുണ്ട്. ഓക്കെ, എന്താണെങ്കിലും 8:5 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരെണ്ണം അറിയാതെ 5:8 എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ പറയുന്നത്? എ ഗെറ്റ്സ് ₹300 ലെസ് ദാൻ ഹിസ് ഒറിജിനൽ ഷെയർ. ആക്ച്വലി കിട്ടേണ്ടിയിരുന്നതെന്ന് ₹300 കുറവാണ് കിട്ടിയത്. ₹300 കുറവാണ് കിട്ടിയത്. ഇതെന്താ റിയാലിറ്റിയിൽ. പക്ഷേ ഇവിടെ എന്താ, ആക്ച്വലി എന്താ നടക്കുന്നത്? 8 × 5 = 3. അപ്പോൾ റിയാലിറ്റിയിൽ 300 കുറവ്, റേഷ്യോയിൽ 3 കുറവ്. എന്താ കണ്ടുപിടിക്കാനുള്ള ആയുധം എങ്ങനെ? 300/3 100 അല്ലേ? ഇനി എന്താ, സത്യം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 100നെ ഈ സത്യത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എയുടെ ശരിക്കുള്ള സാലറി 100 × 8 800, ബിയുടെ ശരിക്കുള്ള സാലറി 100 × 5 500 അല്ലേ? രണ്ടും കൂടെ കൂട്ടിയാൽ ഏതാ? 1300 രൂപയാണ് ഇവന്മാർക്ക് തമ്മിൽ പിരിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്താ ചോദ്യം? അത് തന്നെയല്ലേ? ഫൈൻഡ് ദ സം. 1300 രൂപയാണ് പിരിക്കാനായിട്ടിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ചോദ്യം നോക്ക്. പ്രൊപ്പോർഷൻ വന്നു പിന്നെയും. വെൻ P ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് 8, 6, 2 and 9, the numbers so obtained in this order are in proportion. അത്. So what is the mean proportion between 3p - 6 and 9p - 4? ഓക്കെ, നമ്മൾ നേരത്തെ പ്രൊപ്പോർഷൻ നോക്കിയല്ലോ. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? ഫോർത്ത് പ്രൊപ്പോർഷൻ ABC എന്ന് പറഞ്ഞ് 3 നമ്പർ ഉണ്ടെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? A/B = C/ ആ ഫോർത്ത് പ്രൊപ്പോർഷൻ ഇവിടെ എഴുതും. ഇവിടുത്തെ കേസ് എന്താണെന്നറിയോ? ഫോർത്ത് പ്രൊപ്പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? 8, 6, 2, 9. ഇതിൽ നിന്നെല്ലാം P കുറയ്ക്കുമ്പോൾ എന്താ, പ്രൊപ്പോർഷനിലാണ്. ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനം കിടപ്പുണ്ട്. അപ്പോൾ 8 - P, 6 - P, 2 - P, 9 - P എന്നുള്ളത് ഫോർത്ത് പ്രൊപ്പോർഷനാണ്. അപ്പോൾ എങ്ങനെ വരും? 8/6 എങ്ങനെ = 2/9. ഇവിടെ ഫോർത്ത് പ്രൊപ്പോർഷൻ കിടക്കുന്നുണ്ട് 9. എപ്പോഴാണെന്നറിയോ? ഇതിൽ നിന്ന് P പോകുമ്പോഴാണ് എല്ലായിടത്തുനിന്നും. എന്നല്ലേ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ചോദ്യത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? വെൻ P ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദി നമ്പേഴ്സ് സോ ഒബ്റ്റെയിൻഡ് ദെൻ ദീസ് ഓർഡേഴ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ P നമുക്ക് ഇതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് P കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ വരും? 8 - P × 9 - P. അപ്പോൾ എന്താ 72 - 9p 72 - 9p - 8p ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് p² = ഇവിടെ എന്താ 12 - 6p -2p പ്ലസ് p². മൈനസും പ്ലസ് അല്ലേ? പ്ലസ് p². അപ്പോൾ എന്താ, പ്ലസ് p² പോകില്ലേ അപ്പുറത്ത് പോകുമ്പോൾ? പോവും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ 72 - 17p = 12 - 8p അല്ലേ? അപ്പോൾ എന്താ 72 നമ്മൾ -12 60 = എന്താ 17p - 8p 9p. അപ്പം എന്താ P എന്ന് പറഞ്ഞാൽ 60/9 വരും. 60/9 വരും. ഓക്കെ, അപ്പോൾ P നമുക്ക് 60/9 കിട്ടിയല്ലോ. ഇനിയിപ്പോൾ ഇത് മായ്ക്കാം, എന്നാലും അവിടെ എഴുതാനായിട്ടുള്ള സ്ഥലം കിട്ടുള്ളൂ. P 60/9 കിട്ടിയാൽ മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാണ്. പിന്നെ അടുത്ത് വരുന്നത് എന്താ? വാട്ട് ഈസ് ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 3p - 6 ആൻഡ് 9p - 4 എന്ന് തന്നെ അല്ലേ? നോക്കാം.
3p മൈനസ് 6 ആൻഡ് 9p മൈനസ് 4. മീൻ പ്രപ്പോർഷൻ എങ്ങനെയാണ്? രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റിൻ്റെ റൂട്ട്. അപ്പോൾ ഇവിടെ എന്താ 3p മൈനസ് 6, 3 ഇൻറ്റു p എന്താ 3 ഇൻറ്റു 60/9, 3p മൈനസ് 6 ഇൻറ്റു 9p മൈനസ് 4, 9 ഇൻറ്റു 60/9 മൈനസ് 4, അതായത് എന്ത് വരും? 3 60 ഇത് 3 എന്താ 20 മൈനസ് 6 എന്ത് വരും? 14 ഇൻറ്റു ഇതെന്താ 9 ചല ജാഗ 60 മൈനസ് 4 എന്താ 56 അല്ലേ? 56. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 7 ഇൻറ്റു 2 ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് എഴുതിക്കൂടെ? 56 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 8 അല്ലേ? 8 ഇൻറ്റു 2 16 റൂട്ട് 7 4. അപ്പോൾ എന്താ 7 7 വെളി വരും. 2 ഇൻറ്റു 8 എന്താ 16 റൂട്ട് എന്താ 4. അപ്പോൾ 7 ഇൻറ്റു 4 എന്താ 28 ഉണ്ടോ ഓപ്ഷനിൽ? 28 വന്നത് ഓപ്ഷൻ. ഓപ്ഷൻ ഏതാണെന്ന് എടുത്തില്ല. 28 ഉത്തരം. ഈ ഓപ്ഷൻസിലുണ്ടല്ലോ, കണ്ടല്ലോ. 28 ഉത്തരം. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മളിപ്പം മറ്റേ പ്രപ്പോർഷൻസ് പഠിച്ച് ഇപ്പോൾ കുറച്ച് ഐഡിയ ക്ലിയറായി വരുന്നില്ലേ? അങ്ങനെയാണ് നമ്മളൊരു ഐഡിയ എത്രത്തോളം നമ്മൾ തിയറിറ്റിക്കൽ ലെവലിൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്കത് മൈൻഡിലോട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിൽ പോവാം. എ മാൻ ഇൻവെസ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. എ മാൻ ഇൻവെസ്റ്റ് ₹44,000 in some shares in the ratio 1:4:5, which pay dividends of 10%, 15% and 25% on his investment for 1 year respectively. His total dividend income. സിമ്പിളാ. എന്താ മൊത്തത്തിൽ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാ? 44,000 അല്ലേ? 44,000. അതാണ് എന്താ റിയാലിറ്റിയിൽ. ഏത് റേഷ്യോയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 3 ഷെയർസിലും 1:4:5 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താ മൊത്തത്തിലുള്ള ടോട്ടൽ എന്താ? ശരിക്കുള്ള ടോട്ടൽ എന്താ? 44,000. റേഷ്യോയിലുള്ള ടോട്ടൽ 5 4 9 1 10. അപ്പോൾ സത്യം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4,400 ഉണ്ട്. കാരണം ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇതുകൊണ്ട് 4,400 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോന്നിനെയും 4,400 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സത്യമായ ഫിഗർ കിട്ടും. അപ്പോൾ എന്താ ആദ്യത്തെ ഷെയറിലിട്ടത് 4,400 രൂപ. രണ്ടാമത്തെ ഷെയറിലിട്ട് എന്താ 44, ഇത് എന്താ വരും? 16 17 176 176 00 അല്ലേ? 176 00. മൂന്നാമത്തെ ഷെയറിലിട്ട് എന്താ 20 220 00 22,000 17,600 4,400. ഇതാണ് ഇട്ട തുക. ഇട്ട ഒറിജിനൽ തുക ഇതാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴും എന്ത് വരും? ഇത് വരും. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് പേ ഡിവിഡൻസ് ഓഫ് 10%, 15% ആൻഡ് 25%. ഇത് മൂന്നും ഇതിൻ്റെ 10%, ഇതിൻ്റെ 15%, ഇതിൻ്റെ 25% ഡിവിഡൻസ് തരും, റിട്ടേൺ തരും. അപ്പോൾ അതിൻ്റെ ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഇതിൻ്റെ 10% എന്താ? ഒരു 0 കളഞ്ഞാൽ പോരെ? 4,400 10% 440. ഇതിൻ്റെ 15% എന്താ ചെയ്യുക? 15% എന്താ? 176 × 15/100 എന്ന് വരും. ഈ 100 കളയുമ്പോൾ 176 × 15 ചെയ്താൽ മതി. അപ്പോൾ 176 × 15 ചെയ്യാം. 30 35 3 38 8 6 7 1 0 14 8 8 16 2,640 2 0 2,640 2 0 വരുമോ? ഇല്ല, സോറി, 2,640 അല്ലേ? ഓക്കെ, ഇതെന്താ? അതിൻ്റെ എന്താ പറഞ്ഞില്ല? അതിൻ്റെ 25% 25% വെച്ചാൽ 4/1. അപ്പോൾ 220ൻ്റെ 4/1 എടുത്താൽ മതി. 220/4 എടുക്കുമ്പോൾ തന്നെ എന്താ വരുന്നത്? 220 എന്ന് വെച്ചാൽ 110 55 അല്ലേ വരുന്നത്? 55 × 4 220. അത് തന്നെയായിരുന്നല്ലോ ഇവിടെ, ഞാൻ മറന്നുപോയി. അപ്പോൾ എന്നാ വരുന്നത്? 55 00. ഇവിടെ 00 വരും, കാരണം 4/1 എടുത്തത്. അപ്പോൾ എന്തായി? ഇതൊന്നുമില്ല. ഇതിൻ്റെ 10% എടുത്തു, ഇതിൻ്റെ 15% എടുത്തു, ഇതിൻ്റെ 25% എടുത്തു. ഇനിയിപ്പോൾ ഇത് കൂട്ടിയാൽ പോരെ?
2050 5500 2000 അപ്പോൾ എന്ത് വരും? ഇങ്ങനെ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ വിഷൻ എപ്പോഴും തെറ്റിപ്പോവും. കറക്റ്റാണോ എന്ന് ആലോചിക്കണം. 0 അല്ലേ? എനിക്കിങ്ങനെ കൂട്ടുമ്പോൾ ഭയങ്കര ഒരു ഇത് വരാറുണ്ട് സാധാരണ. 4 4 8, പിന്നെന്താ 5 6 11, 4 15, 15 ഒന്ന് കയറി 3 5 8, വേറെ ഒന്നുമില്ലല്ലോ. 8 5 8 0 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി 8 5 8 0, അതാണ് ഉത്തരം. കാൽക്കുലേറ്റീവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മറ്റേ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ സമയം തെറ്റിക്കാൻ തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ സംഭവങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ അതേ 4400-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു 0 കളയണം, വന്നു. 17,600-ൻ്റെ 15% എന്ന് പറയുമ്പോൾ എളുപ്പമായി. കാരണം 17,600-ൻ്റെ 15% നമ്മൾ 17,600 × 15/100 എന്നല്ലേ ചെയ്യുക. അപ്പോൾ ഈ രണ്ടും പെട്ടെന്ന് വെട്ടിപ്പോകുമ്പോൾ 176 × 15 ചെയ്താൽ മതി. ബാക്കിയൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷൻ പ്രാക്ടീസാണ്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനുള്ള പരിപാടികൾ ഞാൻ അങ്ങനത്തെ ഒരു ഇതും ഇടണം. ഈ എല്ലാം കൂടെ ഇടുന്നതുകൊണ്ടാണ് ഈ സമയം ഇല്ലാത്തത്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് 25% ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഷോർട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അത് 1/4 ആണ്. 25% എന്ന് വെച്ചാൽ 4/1 അറിയാമല്ലോ. അപ്പോൾ നമുക്ക് × 1/4 എടുത്ത് ഇങ്ങനെ ചെയ്യുക, പെട്ടെന്ന് കൂട്ടുക, കിട്ടും. ഒന്നുമില്ല, പ്യുവർ കാൽക്കുലേഷൻ ഇത്, വേറെ ഒന്നുമില്ല, വേറെ ഒരു കോൺസെപ്റ്റോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം.